നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. മുന്നണികളെല്ലാം പുറമേ ശാന്തമാണ്, പക്ഷേ ഉള്ളു നന്നെ പുകയുന്നുണ്ട്. ഏതു നിമിഷവും പൊട്ടിത്തെറികൾ ഉണ്ടാകാം. സ്ഥാനാർത്ഥി നിർണയത്തോടെ ആയിരിക്കും അത് സംഭവിക്കുക. ഇത് എല്ലാ നേതൃത്വങ്ങൾക്കും അറിയാം. അത് അവരെ നന്നെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. ഇതാണ് സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവും നീണ്ടുപോകാൻ കാരണമാകുന്നത്. UDF-ൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർണ്ണമായിട്ടില്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തെ 5-ാം മന്ത്രി വിവാദമുണ്ടാക്കിയ പൊള്ളലുകൾ ചെറുതായിരുന്നില്ല. ഇതിൻ്റെ ഓർമ്മകൾ മുസ്ലിം ലീഗിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതാണ് അവർ വളരെയധികം ശാന്തതയും പക്വതയും സ്വീകരിക്കാൻ കാരണമാകുന്നത്. പ്രത്യേകിച്ചും ഇടതുമുന്നണി പൊതുവെ ഒരു ഹൈന്ദവ പ്രീണന നയം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ തങ്ങൾ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ അത് UDF-നെ വല്ലാതെ ഉലയ്ക്കുമെന്ന് ലീഗിനറിയാം. അതാണ് മുന്നണികൾ വിലപേശി കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കണമെന്ന് അണികളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടും ലീഗ് അതിന് മുതിരാത്തത്. സീറ്റുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു ധാരണയുണ്ടായിട്ടുണ്ടെങ്കിലും ചില വെച്ചുമാറൽ സീറ്റുകളെ സംബന്ധിച്ച് ഇപ്പോഴും ധാരണയായിട്ടില്ല. ജോസഫ് ഗ്രൂപ്പിന്റെ അവസ്ഥയും ഇതുതന്നെ. തങ്ങളുടെ സീറ്റുകൾ ഏകപക്ഷീയമായി കോൺഗ്രസ് പിടിച്ചെടുക്കുന്നുവെന്ന വികാരം അണികളിൽ ഉയർന്നിട്ടും ജോസഫ് ഗ്രൂപ്പും സംയമനം പാലിക്കുന്നത് പടിക്കിലെത്തി കലമുടയ്ക്കുന്നെന്ന ആരോപണം ഒഴിവാക്കാനാണ്. എന്നാൽ കോൺഗ്രസിന്റെ ഉള്ളു നന്നേ പുകയുന്നുണ്ട്. ഓരോ ദിവസവും കഴിയുന്തോറും അതിന്റെ ചൂടും നന്നേ വർദ്ധിച്ചു വരികയാണ്. ഇത് നേതൃത്വത്തെ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇടതുമുന്നണിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് നടക്കുന്ന തള്ളിക്കയറ്റമാണ് ഇതിന് കാരണം. വരുന്നവർക്കെല്ലാം സീറ്റുകൾ ഓഫർ ചെയ്യുന്നതാണ് കോൺഗ്രസ് അണികളെ പ്രകോപിപ്പിക്കുന്നത്. ഇന്നലെ വരെ ഇടതുമുന്നണിയിൽ നിന്ന് അധികാരത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചവർ പെട്ടെന്നൊരു നാൾ കോൺഗ്രസിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന തിരയിളക്കമാണ് ഇവിടെ. സാധാരണ കോൺഗ്രസ്സുകാർക്കൊന്നും ഒരിക്കലും മറക്കാനാവാത്ത 10 വർഷങ്ങളാണ് കടന്നുപോയത്. ഹെൽമറ്റുകളും പൂച്ചെണ്ടുകളും കൊണ്ടുവരെ CPM-കാരും പോലീസും ചേർന്ന് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേട് ഇന്നും പലർക്കും മാറിയിട്ടില്ല. ആശുപത്രികളിൽ കയറി ഇറങ്ങുന്നവർ ഏറെയാണ്. ഇതിനു പുറമെയാണ് കള്ളക്കേസുകളുടെ വിളയാട്ടം. ശബരിമല പ്രക്ഷോഭകാലം മുതലുള്ള പല കേസുകൾ ഇന്നും പലരെയും വേട്ടയാടുന്നുണ്ട്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിലുള്ള കേസുകളിൽപ്പെട്ട് ഇന്നും പലരും കോടതി വരാന്തകളിൽ അന്തിയുറങ്ങുകയാണ്. ഈ രീതിയിൽ കൊടിയ പീഡനങ്ങളെല്ലാം അതിജീവിച്ച് പാർട്ടിയോടൊപ്പം നിന്ന നേതാക്കന്മാരെ അവഗണിച്ച് അധികാരമോഹം ഉയർത്തുന്നവർക്ക് നിയമസഭാ സീറ്റുകൾ താലത്തിൽ വെച്ച് നീട്ടുന്നതിൽ ഒരു വിഭാഗം നേതാക്കളും ഏറെ അണികളും ശക്തമായ രോഷത്തിലാണെന്നാണ് അറിവ്. കൊട്ടാരക്കര സീറ്റ് വെച്ച് നീട്ടി ഐഷ പോറ്റിയെ സ്വീകരിച്ചപ്പോൾ കഴിഞ്ഞ വട്ടം മത്സരിച്ച രശ്മി എടങ്ങേടിലാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും ഇത്തവണയും സീറ്റ് കിട്ടുമെന്ന് കരുതി അവർ മണ്ഡലത്തിൽ സജീവ പ്രവർത്തനങ്ങളിലായിരുന്നു. അവസാന നിമിഷമാണ് ഐഷ പോറ്റി എത്തിയത്. ഇത് രശ്മിയെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. അവർ BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രശ്മി കോൺഗ്രസ് വിട്ട് BJP-യിലെത്തി. ഹാസ്യതാരമായി വളർന്ന പ്രേംകുമാർ മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പിന്തുണയോടെയാണ് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും പിന്നീട് ചെയർമാനുമായത്. കറതീർന്ന കമ്മ്യൂണിസത്തിന്റെ തീവ്രതയോടെയാണ് ഇത്രയും കാലം പ്രേംകുമാർ CPM-ൽ നിന്നത്. ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ പഴയ KSU ബന്ധം പറഞ്ഞ് കോൺഗ്രസിലെത്തുകയായിരുന്നു. വന്നയുടൻ തന്നെ കഴക്കൂട്ടം സീറ്റ് വെച്ച് നീട്ടുമ്പോൾ അനാഥനാകുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച ഡോക്ടർ SS ലാലാണ്. ലോകാരോഗ്യ സംഘടനയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പ്രശസ്തനായ ഈ ഡോക്ടറായിരുന്നു കടകംപള്ളിയോട് തോറ്റത്. KSU മുതൽ ഇന്ന് വരെ കോൺഗ്രസിൽ സജീവമായി നിൽക്കുന്ന ലാലിനെ തള്ളി പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഡോക്ടർ ലാൽ പൊട്ടിത്തെറിച്ചെന്ന് വരില്ല. പക്ഷേ അണികളുടെ പ്രതിഷേധം കടുത്തതായിരിക്കും. ഇത്രയും കാലം CPM-ന് വേണ്ടി കോൺഗ്രസിന് മേൽ തേരോടിച്ചിരുന്ന ലൈംഗിക ആരോപണ വിധേയനായ PK ശശിയുമായി സംസ്ഥാനം നടത്തുന്ന രഹസ്യ ബാന്ധവത്തെ അണികൾ പലർക്കും ശക്തമായ എതിർപ്പാണുള്ളത്. ശനിപ്പിഴ കാലത്ത് മുഴുവൻ കോൺഗ്രസിനോടൊപ്പം നിന്ന നേതാക്കന്മാരെ അവഗണിച്ച് ശശിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ട വിഭാഗക്കാർ പൊട്ടിത്തെറിക്കുമെന്ന് ഉറപ്പാണ്. CPM-ലേക്ക് ഒരിക്കലും തിരിച്ചെടുക്കില്ലെന്ന് മനസ്സിലായപ്പോൾ കോൺഗ്രസിലെത്തിയ സുരേഷിന് മലമ്പുഴ സീറ്റ് നൽകുന്നതിനോടും അണികൾ യോജിപ്പില്ലെന്നാണ് അറിയുന്നത്. BJP-യിൽ കളം പിടിച്ച് തഴച്ചു വളർന്ന് വേദിയിൽ കസേര കിട്ടിയില്ലെന്ന് വിലപിച്ച് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരും സീറ്റ് ഉറപ്പിക്കുമ്പോൾ തൃശ്ശൂരുള്ള ഏറെ നേതാക്കൾ BJP-ലേക്ക് നീങ്ങുന്നുവെന്ന് ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. സീറ്റുകൾ മോഹിച്ച് ഇനിയുമേറെ നേതാക്കൾ വിവിധ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്താനിടയുണ്ടെന്നാണ് അറിവ്. അവർക്കൊക്കെ അർഹമായ സ്ഥാനങ്ങൾ വെച്ചു നീട്ടുന്നത് ആത്മാർത്ഥമായി കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കളെയും പ്രവർത്തകരെയും ശുഭതരാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തോടെ ഇത് കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഇങ്ങനെയൊരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് CPM. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.